ഒരു കാര്യം കൂടെ, ഷാനിക്ക ഈ ക്യാരക്ടർ ചെയ്തപ്പോൾ വിനീതേട്ടൻ അയച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഷാനിക്ക ഇല്ലില്ല, ഞങ്ങൾ കോമ്പിനേഷൻ ഒന്നും, പക്ഷെ ഞാൻ കണ്ടല്ലേ. നിങ്ങളുടെ രണ്ടുപേരും ഈ ഫ്രണ്ട്ഷിപ്പ്, ഐ മീൻ നിങ്ങൾ ഷാനിക്കയുടെ മ്യൂസിക് വിനീതേട്ടൻ പാടും, എല്ലാ പാട്ടുകളും ഹിറ്റാ. ഒന്ന് രണ്ട് പാട്ടുകൾ ഹിറ്റായപ്പോ വന്നതാണ്. വെരി പ്യൂർലി ബിസിനസ്, മെറ്റീരിയലിസ്റ്റിക്. ഞാനിവിടെ എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചാണ് കാണുന്നത്. അപ്പം ഫ്ലൈറ്റ്സിന്റെ ഇടയിൽ കൂട്ടിമുട്ടിയതാ. ഒരാള് സിംഗപ്പൂർ പോകുന്നു, ഒരാൾ സെയിം പരിപാടിക്ക് നമ്മൾ പോവാ. ഷാൻ ആ സമയത്ത് ഒരു ബാൻഡ് ഉണ്ട്, ദേസി നോയ്സ് എന്ന് പറഞ്ഞിട്ട്. ദേസി നോയ്സ്. അപ്പോൾ ബാക്ക് സ്ട്രീറ്റ് ബോയ്സിന് വേണ്ടി ഇന്ത്യയുടെ ആൻസർ ആയിരുന്നു അത്. അപ്പൊ ദേസി നോയ്സ്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ തന്നെ വേണം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഷാജിയുടെ കടയുടെ പേര് മെറ്റാലിക്ക പോലെ ഉണ്ടായിരുന്നു. അതെ, അല്ല, അപ്പോൾ ഷാൻ ബാൻഡുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദീപകേട്ടനുണ്ട്, ഷോന് അൽഫോൺസ് ഏട്ടനുണ്ട്, നമ്മൾ കുറേ സിംഗേഴ്സ് ഉണ്ട്. അപ്പോൾ ജെയ്ക്സ് ഉണ്ട് അല്ലേ? ജെയ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഗൾഫ് മലയാളം മ്യൂസിക് അവാർഡ്സ് എന്ന് പറയുന്ന ഫസ്റ്റിന് ജെയ്ക്സ് ഇല്ല അല്ലെ, സെക്കൻഡ് ടൈമാണ് ജെയ്ക്സ്. ആഗ്രഹം അതിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക. അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഷാനെ ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ നമ്മൾ പാട്ടിനെ പറ്റി സംസാരിച്ച്, അപ്പോൾ ഷാൻ ദീപകേട്ടൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ഞാനപ്പോൾ ദീപകേട്ടന് വേണ്ടിയിട്ട് 2 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ദീപകേട്ടന് വേണ്ടി പാടിയ ആളെന്നുള്ളൊരു ഒരു ബഹുമാനം കൂടെ അവന് എന്നോടുണ്ട്. കാരണം ദീപകേട്ടന് ഷാൻ അത്ര അന്ന് അപ്പോൾ എന്നോട് ദീപകേട്ടനുമായിട്ടുള്ള റെക്കോർഡിങ് എങ്ങനെയായിരുന്നു, ഇത് അങ്ങനെ സംസാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ ആ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. അതായത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബാക്ക് സ്റ്റേജും ഇതൊക്കെ ആയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ എറണാകുളത്ത് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഞാൻ ഷാൻ്റെ ഫ്ലാറ്റിൽ പോകും, ഞങ്ങളിങ്ങനെ ജാം ചെയ്യും. അപ്പോൾ അങ്ങനെ ജാം ചെയ്ത് ജെയ്ക്സ് മലയാളി എന്ന് പറയുന്ന ആൽബം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിനകത്ത് വർക്ക് ചെയ്തു. അപ്പോൾ ഞാനൊരു പാട്ട് പാടി, ഷാനും പാടി, ഷാൻ അതിലൊരു പാട്ട് പ്രോഗ്രാം ചെയ്തു. പിന്നെ മലയാളി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഷാനിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആൽബം ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഷാനിനോട് ചോദിച്ചു, എടാ നമ്മൾ ജാം ചെയ്യുന്ന പാട്ടൊക്കെ കൂടിയിട്ട് നമുക്കൊരു ആൽബം ആക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് റിലീസ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഷാൻ ഡിനോ ഫിലിപ്പോസ് എന്ന് പറഞ്ഞിട്ട് ഷാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഡിനോ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആൽബം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും, ആ വീട്ടിലുള്ള 3 ആൾക്കാരും കൂടിയിട്ടാണ് ഈ കോഫി അറ്റ് MG റോഡ് എന്ന് പറയുന്ന ആൽബം ചെയ്യുന്നത്. ഡിനോ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തു, ഷാൻ കമ്പോസ് ചെയ്തു, ഞാൻ പാടി, കുറച്ച് പാട്ടിന് ലിറിക് എഴുതി, നമ്മൾ 2 പേരും അഭിനയിച്ചു, നമ്മൾ അത് റിലീസ് ചെയ്തു. അന്ന് ഇങ്ങനെ ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു ഒരുമിച്ചൊരു സംഗതി എത്തുന്നത് അങ്ങനെയാണ്. എങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് 4 വരി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പാടൂ. പറ്റും, നിങ്ങൾ സെറ്റിൽ എപ്പോഴും പാട്ടാണല്ലോ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. സോറി വെയിറ്റ് ചെയ്യൂ പ്ലീസ്. കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി. കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി. ദൈവമേ എനിക്കെന്തിനീ വിധി, ദൈവമേ എനിക്കെന്തിനീ വിധി. ഇന്റർവ്യൂ കഴിച്ചിട്ട് പാട്ട് കറക്റ്റ് ഒന്നും ഉദ്ദേശിച്ചു പാടിയതല്ല കേട്ടോ.